ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പേർക്ക് ഉപകരിക്കുന്ന, ഒരുപാട് പേർക്ക് ആവശ്യമായി വരുന്ന ഒരു വിഷയമാണ് പറയുന്നത്. ഗൾഫിലേക്ക് പോകുന്നവർക്കും ഗൾഫിലുള്ളവർക്കും തീർച്ചയായും ഉപകരിക്കും. വിദേശത്ത് ജോലി തേടുന്നവർ സാധാരണ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് വിസ സംബന്ധമായതും അതുപോലെ എമിഗ്രേഷൻ സംബന്ധമായ പ്രശ്നങ്ങളും. അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സഹായകമാകുന്ന ഖുർആനിക പരിഹാര മാർഗം പറയാം. വിസ സംബന്ധമായ, എമിഗ്രേഷൻ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ താഴെ പറയുന്നത് പോലെ ചെയ്യുക. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 7 തവണ ചൊല്ലുക. ശേഷം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് മുത്ത് റസൂലിൻ്റെ മേൽ ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലിം 7 തവണ ചൊല്ലുക. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് മുത്ത് റസൂലിൻ്റെ മേൽ 7 തവണ ചൊല്ലുക. ഒന്നുകൂടെ പറയാം. ആദ്യം 7 തവണ ബിസ്മി ചൊല്ലുക. പിന്നെ നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് മുത്ത് റസൂലിൻ്റെ മേൽ 7 തവണ ചൊല്ലുക. അവസാനം സൂറത്തുൽ ഖുറൈശ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഇലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാസൽ ബൈത്ത് അല്ലസീ അത്അമഅഹും മിൻ ജൂഅ് വആമനഹും മിൻ ഔഫ് എന്ന് 7 തവണ ചൊല്ലുക. സൂറത്തുൽ ഖുറൈശ് 7 തവണ ചൊല്ലുക. ഈ രൂപത്തിൽ 5 വക്ത് നിസ്കാര ശേഷം ഓതി ദുആ ചെയ്യുക. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതോടെ മറ്റുള്ള തടസ്സങ്ങളും മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 7 തവണ ചൊല്ലുക. ശേഷം നബിയുടെ മേൽ സ്വലാത്ത് 7 തവണ ചൊല്ലുക. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് മതി. മുത്ത് റസൂലിൻ്റെ മേൽ 7 തവണ ചൊല്ലുക. അവസാനം സൂറത്തുൽ ഖുറൈശ് 7 തവണ ചൊല്ലുക. ഇതേപോലെ എല്ലാ ദിവസവും 5 വക്ത് നിസ്കാര ശേഷം ഓതി ദുആ ചെയ്യുക. ഇത്തരം പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.